ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഓൾഡ് ഗോവയിലെ സേ കത്തീഡ്രലാണ് ഇത്. സെൻറ്റ് കാതറിൻ ചർച്ച് എന്നും ഇതറിയപ്പെടുന്നു. പോർച്ചുഗീസ് ആർക്കിടെക്ട് മാതൃകയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിരവധി പോർച്ചുഗീസ് പുരോഹിതരെ ഈ പള്ളിക്കുള്ളിൽ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഏഷ്യയിലെ ഒരു പള്ളിയാണ്. ഡൊമിനിക്കൻ മിഷണറിമാരെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് അയച്ച ശേഷം 1510 അൽബുക്കർക്ക് മുസ്ലിം മിലിറ്ററിയെ തോൽപ്പിച്ച് ഗോവയുടെ അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി. അതിനുശേഷം ഈ കത്തീഡ്രൽ സെൻറ്റ് കാതറിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വിസ്മയ മന്ദിരം നിർമ്മിച്ചത് അബ്രോസിയോ അർഗിയർ, ജൂലിയോ സമ്മാവോ എന്നീ 2 ആർക്കിടെക്റ്റുകളാണ്. 1562 ഇന്ന് കാണുന്ന പള്ളി പുനർനിർമ്മിച്ചത്. പഴയ പള്ളിയുടെ അവശേഷിപ്പുകളിൽ നിന്നാണ് പുതിയ പള്ളി നിർമ്മിച്ചത്. ജോർജ് ഗബ്രാൾ 1552 ഇതിന് ആരംഭം കുറിച്ചത്. കിങ് ജോർജ് സെബാസ്റ്റ്യനാണ് ഇതിനുള്ള അനുമതി നൽകിയത്. 1619 പണി പൂർത്തീകരിച്ചത്. ഇതിന് അതിവിശാലമായ ഒരു മൈതാനമുണ്ട്. എൻ്റെ പിറകിൽ കാണുന്ന മുഴുവൻ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്രയും ദൂരം. ഈ പള്ളിക്ക് 2 ടവറുകളുണ്ടായിരുന്നു. അതിൽ ഒരു ടവർ 1776 ഇടിമിന്നലേറ്റ് തകർന്നു. പിന്നീട് ഈ സൈഡിൽ കാണുന്ന ഭാഗം പുനർനിർമ്മിച്ചിട്ടില്ല. ആയിരത്തി 1953 ദ പ്രിൻസിപ്പൽ ചർച്ച് ഓഫ് ഏഷ്യ എന്ന പേരിൽ ഈ പള്ളി അംഗീകരിച്ചിട്ടുണ്ട്. ഈ പള്ളിക്കുള്ളിൽ 4 ചാപ്പലുകളാണുള്ളത്, പ്രാർത്ഥനാലയങ്ങൾ. ഓരോ സൈഡിലും 4 വീതം. അലക്സാണ്ട്രിയയിൽ നിന്നുള്ള സെൻറ്റ് കാതറിന് വേണ്ടിയാണ് യുദ്ധത്തിൻ്റെ ജയത്തിന് ശേഷം പോർച്ചുഗീസുകാർ ഈ പള്ളി സമർപ്പിച്ചത്. ഇതിൻ്റെ ശില്പങ്ങളെല്ലാം മരപ്പണികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഒരു ചാപ്പൽ. ഇത്തരത്തിൽ 4 സൈഡിലും 2 സൈഡിലും കൂടി 8 ചാപ്പലുകളുണ്ട്. പല ഭാഗങ്ങളും പള്ളിയുടെ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതെങ്കിലും ആ വിശ്വാസപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇവിടെ അല്പവസ്ത്രധാരികളായിട്ട് സ്ത്രീകളെയോ പുരുഷന്മാരെയോ ഒന്നും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. പള്ളിയുടെ ഉള്ളിലെ നെടും തൂണുകളാണ് കാണുന്നത്.
അതിൻ്റെ ഉയരം ഇന്ന് നാം കാണുന്ന പള്ളികളുടെ ഉയരമല്ല. ഇതൊരു ചാപ്പലാണ്. ഈ കാണുന്നത് അവിടുത്തെ ഒരു ചർച്ചാ ഹാളാണ്. പിൽഗ്രിമേജ് ഓഫ് ഫെയ്ത്ത് എന്നറിയപ്പെടുന്നു ഈ സ്ഥലം. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. അതിമനോഹരമാണ്. ഇതിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ പുരാവസ്തുക്കൾ മുഴുവൻ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. പള്ളിയുടെ ഹെറിറ്റേജ്, പള്ളിയുടെ ചരിത്രം, പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്ന ചരിത്രം, അങ്ങനെ അവിടെ വന്ന പുരോഹിതരുടെ ചരിത്രങ്ങൾ എല്ലാം അതിമനോഹരമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. പള്ളിക്കുള്ളിൽ മുകൾ നിലയിലെ വിശ്രമമുറികളും പുരോഹിതരുടെ താമസ സ്ഥലങ്ങളുമൊക്കെയാണ് കാണുന്നത്. പണ്ട് കാലത്ത് അവർ ഇന്ത്യയിലേക്ക് വന്ന കപ്പലുകളുടെ മാതൃകകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ബൈബിളുകളുടെ പല മാതൃകകൾ അതെല്ലാം അവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാർ ഒരു കാലത്ത് അൽബുക്കർക്കിൻ്റെ കീഴിൽ ഭരണം പിടിച്ചതിന് ശേഷം ഗോവ ഒരു ക്രിസ്തീയ രാജ്യം ഭൂവിഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ കൊങ്ങിണി ബ്രാഹ്മിൻസിനോട് മതം മാറാൻ ആവശ്യപ്പെടുകയും മതം മാറിയവർ അവർ തന്നെ തുടരുകയും മാറാൻ വിസമ്മതിച്ചവർ ഇന്ത്യയുടെ പല ഭാഗത്തേക്കായി ചിതറിപ്പോവുകയും ചെയ്തു. അവരാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന കൊങ്ങിണി ബ്രാഹ്മിൻസ്.